വണ്ടി എടുത്തടാ. രാവിലെ എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കണം. പ്രശ്നമാവൂടാ വണ്ടി എടുത്തടാ. ഓടാ അവനെയൊക്കെ വിടറാ, നമ്മളതിനാ നോക്കുന്നത്. അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. വണ്ടി പ്രശ്നമായെന്നാ തോന്നുന്നത്. വേണ്ട അവിടെ ഒഴിവാക്കി അവര് പോട്ട് പോട്ട് വാ. ഇവരൊക്കെ വണ്ടി ഉണ്ടായിക്കൊണ്ട് നമ്മളെ പറഞ്ഞു. അത് വിടറാ, അവനൊക്കെ പൊക്കോളും. ഇവനൊക്കെ എവിടെ നിന്നാണ് അടുത്ത് ചാടുന്നത്? ഞാൻ കണ്ടിട സത്യത്തില്ല. ഇവനൊക്കെ എന്ത് ചെയ്യാനുണ്ട് പറഞ്ഞിട്ട് കാര്യം. ഞാനല്ലേ വണ്ടി ഓടിക്കുന്നത്, അല്ലാതിരിക്കും എന്താ ചെയ്യാം. ഇതുവരെ ഉണ്ടാക്കി വെച്ചാൽ പോരാ, ഇതിന്റെ കുറവ് മാത്രം ഉണ്ടായിരുന്നു. ആരും ഫോട്ടോ എടുക്കാതെ ഭാഗ്യം. ഇല്ല ചേട്ടാ, ഞാൻ കണ്ടില്ല. ഇവനൊക്കെ എവിടെ നിന്നൊക്കെ ചാടുമെന്ന് ആർക്കും അറിയാം. നീ കണ്ടില്ല, നാട്ടുകാരെല്ലാം കണ്ട്. ചേട്ടാ എന്ത് ചെയ്യാനിപ്പം? കുഴപ്പമില്ല, എന്താ നോക്കാം. വെള്ളം ചുപ്പിക്കൊണ്ടാണ് രാവിലെ ഇറങ്ങിയിരിക്കണം. നിന്നെയൊക്കെ വിളിച്ചോണ്ടാണ് എന്നെ പറഞ്ഞാലുള്ള ഐരികള്. നീ എവിടെ നിന്നല്ലേ ഈ സാധനം? അവൻ നമ്പർ നോട്ട് ചെയ്തിട്ടില്ലല്ലോ. നീ കണ്ടില്ലായിരുന്നു? എന്തിനു പറയാൻ, ഞാൻ കണ്ടില്ല. എനിക്ക് കൊടുക്കത്ത സ്പീഡായിരുന്നല്ലോ. എന്തേട്ടാ എന്തേട്ടാ പറയട്ടാ, 50 കിട്ടി. നമ്മളിപ്പോ കുറുവാന്തോടാണ് നിൽക്കുന്നത്. പറയട്ടോ. ആ ആ ആ ശരി ശരി. ഓ ശരി കേട്ടോ. ആ ചേട്ടനാണ് വിളിച്ചത്. ആ വണ്ടി വല്ലതും പറ്റിയാടാ? ഓ വേറെ കുഴപ്പമില്ല, ചെറിയ മിസ്സിങ്. അത് കുഴപ്പമില്ല. ആ നമ്മളവിടെ രക്ഷപ്പെട്ടല്ലോ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല കേട്ടോ. ഈ റാസ്കൽ ഫോണും എടുക്കുന്നില്ലല്ലോ. ആ പേപ്പർ ബ്ലഡൊക്കെ തൊടാടാ. ഇത് വെച്ച് തൊടാടാ. ഒലിച്ചിറങ്ങിയിട്ടുണ്ട്, നല്ല ബ്ലഡ് പോയെന്ന് തോന്നണം കേട്ടോ. തലയ്ക്കെല്ലാം അടിയെല്ലാം കിട്ടിയാടേ. ആ പാലത്തിന്റെ അടുത്ത മാസം ഞാൻ വേണുവിനെ പൊക്കണം. കുറെ നാളെ പറ്റിച്ച് നടക്കണം. ഏതാ ഏട്ടാ ആ കീടം വേണോ? അവനെ പൊക്കാതെ നിന്നോട് ഞാൻ പറഞ്ഞു പണിക്ക് വരുമ്പോ കഴിക്കലെന്ന്. അവിടെ കഴിച്ചോണ്ടാണ് ഇഷ്യൂ ഉണ്ടായത്. വേണുവിനെ പൊക്കണം. വിജീഷേ കേറ വേണ്ടിയില്ലേ? നീ കയറാ വണ്ടി. എടേ ആടാ, ടൂൾസ് ഒക്കെ ഉണ്ടാടാ. എന്തേട്ടാ? ടൂൾസ് കയ്യിലുണ്ടാവില്ലത്? അത്യാവശ്യം ഉണ്ട് ഏട്ടാ. ആ ഉള്ളത് മതി, കേറ്. സൂക്ഷിച്ച് കണ്ട് വണ്ടി പോയിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല ഏട്ടാ, ഇല്ല ഇല്ല, പ്രശ്നം ഉണ്ടായിരുന്നാ മതി. അല്ലേ വണ്ടി പ്രശ്നം തന്നെ. ചെറിയ മിസ്സിങ് കൊണ്ട് ഏട്ടാ, കുഴപ്പമില്ല. സുഭാഷ, നീ ഒന്നും പിടിക്കുന്നവന് ഇത്ര സമയം ഇവന്റെ എവിടെ പോയി കിടക്കുക? ആ ഓട്ടുവനെ കാണുന്നില്ലല്ലോ അവിടുന്ന്. ഇന്നലെ എടുത്ത് വെച്ചുകൂടായിരുന്നു? ഞാൻ എത്ര പറഞ്ഞു അവനോട് ഇന്നലെ എടുത്ത് നോക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കണ്ട്. രാവിലെ അടിക്കാത്തതുകൊണ്ട് കൈയൊക്കെ വല്ലാത്തൊരു തരിപ്പ്. അരി അങ്ങനെയൊന്നുമില്ല. വരും നോക്കാം. ഫോൺ എടുത്തില്ലായിരുന്നു? ഫോൺ എടുത്തില്ല. ഞാൻ എടുത്തിട്ടാ വണ്ടിയുണ്ട്. വിളിച്ചോക്കെ അളിയ വീട്ടിലേക്ക് എന്താ വിശേഷം? ഏത് വീട്? അളിയന്റെ വീട്. ഭാര്യ വീട്ടിലുണ്ടെങ്കിലല്ലേ വിശേഷം. കുറെ നാളായല്ലോ. ഇത് ഒന്നും അറിയാത്തോണ്ട് എന്റെ വീട്ടിലെ വിശേഷം. ഇല്ലടാ, വരാൻ മതി. ഓക്കെ വേമ്പ പെട്ടെന്ന് വാടാ. എനിക്ക് നടക്കാൻ വയ്യ. എന്റെ പൊന്നളിയാ, അവിടെ ചെന്നും ഒന്നും പറയണ്ട. 100 കണക്കിന് ആൾക്കാരല്ലേ വരി വരിക്ക് നിൽക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കയറി എങ്ങനെ എടുക്കാനാ? ഞാൻ പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ബൈജു. ഞാൻ പറഞ്ഞ ബിയർ വാങ്ങിയില്ലേ? ബിയർ ഞാൻ അതിനിടയ്ക്ക് ഇതങ്ങ് അടിച്ചാ മതി. 2 എണ്ണം ഉണ്ടല്ലേ. ആദ്യം ഒരെണ്ണം ഇങ്ങോട്ട് പോക്ക്. ക്ഷീണം കൊണ്ട് മാറട്ടെ. ഒരു ബിയർ അടിച്ച് തുടങ്ങാൻ കിട്ടണ്ടേ? വല്ലോനം കൊണ്ട് എടുപ്പിച്ചതാ ഇത്രയും സാധനം.
നല്ലവർക്ക് സുഭാഷേ. കളയല്ലേ അളിയാ? വെള്ളം കുടിക്കട്ടെ. ഇനിയിപ്പോ മതി മതി. വേഗം ഒഴിക്ക്. പ്രാണി എന്തെങ്കിലും ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും കളയല്ലേ അളിയാ? ഇല്ലപ്പാ. കുറെ കഷ്ടപ്പെട്ടെ വെള്ളം കളയുണ്ടാവരുത്. പറയണ കുറച്ചുകൂടെ മതിയാ മതിയാ. ഷെയറെല്ലാം കറക്റ്റ് ആയിരുന്നു. അത് ഞാൻ പറയാം, കണക്കാൻ പറയാം. എനിക്ക് കണക്കെല്ലാം കൂടി ശരിയാക്കാപ്പാ. എല്ലാവരും ഈക്വൽ തന്നെ പോരെ. ചോദിച്ചോ? കണക്കുണ്ട്, അതെൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട് കുറച്ച് പൈസ. അത് ഞാൻ ലാസ്റ്റ് പറയാം. വെള്ളം വേണ്ട. വെള്ളം വേണ്ട. ഇത് മതി. തുടക്കം ഡ്രൈ മതി. അളിയനൊരു ചേഞ്ച് ചെയ്തിട്ടെ. അയ്യോ പൊന്നു, കട്ടയ്ക്ക് അങ്ങ് പിടിക്കാം. പെട്ടെന്ന് കുടി. ഗ്ലാസ് 2 മാത്രമേ ഉള്ളൂ. എനിക്ക് ബിയർ അടിക്കാതെ തോന്നിയാൽ ശരിയാവില്ല. പിന്നെ അളിയന് ബിയറുണ്ടല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അളിയാ അങ്ങനെ കഴിച്ചല്ലേ അളിയാ പതിവ്. നീ പണ്ട് ഭയങ്കര സത്യസന്ധനായിരുന്നു. കള്ളു കുടിക്കത്തില്ല, കഞ്ചാവ് അടിക്കത്തില്ല. ജീവിതമൊക്കെ അങ്ങനെയല്ലേ അളിയാ? ഓ എന്ത് പറയാ, എനിക്കറിയാം അതൊക്കെ. ഒരു നശിച്ച ജീവിതം. അവിടെയാണ് ഇവിടെ അളിയാ. നീ രാവിലെ തന്നെ തുടങ്ങിയല്ലോണേ നീ ഫോൺ നോക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനെ പോലെ തന്നെ ആയിക്കോട്ടെ, നീ ഒന്നും പറഞ്ഞ പോലെ കേൾക്കണ്ട. എന്താ വേണോട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ബാക്കിയുള്ളവരുടെ കഷ്ടപ്പെടുന്നു. എന്നോട് ഞാൻ 100 അല്ലേ ചോദിച്ചത്, അല്ലാതെ 1000 ഒന്നും അല്ലല്ലോ ചോദിച്ചത്. നിങ്ങളുടെ കെട്ടി വെച്ചിട്ടുണ്ടാ കൊണ്ടുപോകാൻ വേണ്ടി? ബുക്ക് നോക്കി പഠിക്കടി. പഠിക്കാതിരിക്കുന്നു നീ എങ്ങനെയാലും നോക്കിച്ചാടി. 100 രൂപ അല്ലേടി. വെറുതെ എന്റെ പ്രാന്ത് കളിക്കാൻ നിൽക്കണ്ട, മിണ്ടാതെ പോയിക്കാർന്ന്. മോളെ അമ്മയോടൊന്ന് പറ അച്ഛന് 100 രൂപ തരാൻ. മോള് പറഞ്ഞാ കേക്ക്. അച്ഛൻ്റെ പൈസ ഒന്നുമില്ല. മോളെ നമ്മുടെ അടുത്ത് പറ. ഡേ എൻ്റെ കയ്യിലൊന്നുമില്ല. മോള് നോക്ക്. മോളൊന്ന് പറ. ഡേ 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 എന്താ വേണോട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മോളൊന്ന് പറ. മോളെ മനസ്സിലാവുന്നില്ലേ? വാ എണീറ്റ് വാ. പറ മോളെ. ഡേ ഒരു 100 രൂപ താടി മോളെ. അല്ല ഞാൻ എന്തെന്ന് ആക്കേണ്ടത്? നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. എന്താ അവസ്ഥ? അവസ്ഥയിലു എന്തെന്ന് ഇല്ലത് പറ്റതാക്കിട്ട് വെച്ചു. അത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ, ഞാൻ ഉണ്ടാക്കി തന്നല്ലേ. ഇത് പറഞ്ഞാലും വീട്ടാറ് പോങ്ങോട്ട്. ഒരു 100 രൂപ ചോദിച്ചാണോ അവിടെ സംസാരം? ഇത് പണിയുടെ അങ്ങോട്ട്. ഒരു തരത്തിൽ നോക്കിയാലും സമാധാനമില്ല. അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടുകാർ പറ്റും നോക്കുന്നു. എങ്ങനെ നോക്കാതിരിക്കും? നിന്റെ സംസാരം അങ്ങനല്ലേ? ഇന്നലെ നിങ്ങൾ എത്ര മണിയാകുമ്പോ ഇതിന്റെ ഉള്ളിലേക്ക് അടുത്തേക്ക് വന്നത്? നിങ്ങ ഒരു പെണ്ണുഞ്ഞല്ലേ ബോധം ഉണ്ടോ നിങ്ങൾക്ക്? അവൾ എന്റെ കൂടെ മോളാ, അല്ലാതെ നീ എനിക്ക് പറഞ്ഞു വരുന്നത് വേണ്ട. ബോധം ഉണ്ടായിട്ട് തന്നെ പാതിരാത്രിക്കെല്ലാം വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റി വരുന്നത്. ഞാൻ ദൂരെ ഒന്നുമല്ലല്ലോ പോയത്, അപ്പുറത്തല്ലേ പോയത്. ഏടെങ്കിലും പോകുന്നതന്നെ നല്ലത്. നിങ്ങ മദ്യമായി ഇത് ജീവിതം എടുത്ത് നിൽക്കുന്നുണ്ട്. പ്രാന്തം കൊണ്ടാടുന്നു. എന്തൊക്കെ ഒരു സാധനം ഒന്നും കൊണ്ടിടുന്നില്ല. ഇങ്ങനെ കുടിച്ച് എന്തൊക്കെ പറയുമ്പോ മേത്ത് കയറാൻ അറിയാലോ, വേറൊന്നും ഇല്ലല്ലോ. നീ നിന്റെ അമ്മയോട് ആയി പോവല്ലോ പറഞ്ഞോട്ടല്ലോ. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അത്ഭുതം. ഇത് കണ്ടില്ല മക്കൾ വളരെ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിന്റെ പൈസ ഇല്ലെന്നാണ്? പൈസ ഉണ്ടെങ്കിൽ പോയിട്ട് എടുത്തോ. നീ കുടുംബശ്രീയിലൊക്കെ പോകുന്നതല്ലേ, അവിടുന്ന് ലോണൊന്നും കിട്ടത്തില്ല നിനക്ക്. എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചാടി. എന്റെ വീട്ടിൽ നിന്നോണ്ടിരുന്നല്ല നടന്ന്. പിന്നെ നീ എന്തിനാ ഒരുങ്ങി കെട്ടി പോകുന്നത്? കേട്ടുമല്ലോ, എന്റെ അച്ഛൻ പറഞ്ഞ കേട്ടുമല്ലോ. അച്ഛൻ നിർത്തച്ഛന്ന് എത്ര സമയം തുടങ്ങിയിട്ട്. നിന്റെ അമ്മയുടെ സംസാരം കേട്ടില്ലേ? അച്ഛനോട് 100 അല്ലേ ചോദിച്ചുള്ളൂ, 1000 ചോദിച്ചെന്റെ ഇതല്ലേ അവള് കാണിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം സമാധാനം തരില്ല. എപ്പോ ഇല്ല പഠിപ്പനിത്. വീണു നമ്മുടെ ചങ്ക് കുറച്ച് നമ്മുടെ കൂടെ വരും. അങ്ങനെ അവനെ ഒഴിവാക്കാൻ പറ്റില്ല. പൈസ ഇല്ലെന്ന് പറഞ്ഞു ഒരാളെ ഒഴിവാക്കരുത്. പറഞ്ഞോട്ടോ. ലോക്ക് എത്ര ഇതാണ് സുഭാഷേ, ഇന്നലത്തെ 30 രൂപ കൊടുക്കാണ്ട്.
അല്ല ഞാൻ പറഞ്ഞത് മിനിഞ്ഞാന്ന് 22 റുപ്യാണ്. എല്ലാരും കണക്ക് എന്റെ കയ്യിലുണ്ട്. എല്ലാരും ഈക്വലിനായിരിക്കണം. എല്ലാരും ഈക്വലിനായിരിക്കണം. അത് റെഡിയാക്കാൻ പറഞ്ഞ പോലെ ഇങ്ങോട്ട് നോക്കണം. ഞാൻ എടുത്ത സാധനത്തില് പൈസേ ഞാൻ അലമ്പാക്കാൻ പറഞ്ഞല്ല. എനിക്കറിയാം ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയി തരണം. അതെ, നിങ്ങൾ ഇവിടുന്ന് പോകണ്ട തന്നെ വേണ്ടത്. നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. അതന്നെ എനിക്ക് വേണ്ടത്. ഇച്ചിരി കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് എടുത്തു തരാത്തോളാം. നിങ്ങളെ കൈ പൊളിഞ്ഞില്ല. എന്നാ അവളെങ്കിലും എടുത്തു തന്നേന്. എടുക്കു വിറ്റ് അവളെ കൂടെ മനസ്സ് പഠിപ്പിച്ചു. അത് ഫോൺ അടിക്കുന്ന മോളെ. ആരാ മോളെ? സുഭാഷ്. ആടാ തുടങ്ങിയോടാ. ഇവിടെ ആ കളിപ്പാടാ. ഞാൻ വരും ഞാൻ എന്തായാലും വരും. ഓ ഞാൻ വരുവടാ. എനിക്ക് കുറച്ച് മാറ്റി വെച്ചേക്കണം. ഒരു 2 പെഗ്ഗെങ്കിലും. ഓ ഓ ശരിടാ. ഈ ഒരു 100 താടി. വിളിച്ചവരുടെ തരാൻ പറയും പോയിട്ട് പോ. ഇതാണ് നിന്റെ കുഴപ്പം. ആരെങ്കിലും വിളിച്ച ഉടനെ നീ പറയുന്നത് ഞാൻ കള്ളു പിടിക്കാൻ പോണെന്നാണ് നിന്റെ വിചാരം. ഇപ്പൊ കള്ളിന്റെ കാര്യമല്ലേ പറഞ്ഞിപ്പോ ഇല്ലേ? എന്നെ അങ്ങനെ പലരും ഫോൺ വിളിക്കും. പിന്നെ സുഭാഷ് എന്തിനാ ഇപ്പൊ വിളിച്ചിരിപ്പോ നിങ്ങളാ? അതല്ലേ ഇപ്പൊ നിന്നോട് പറയണമെന്നുണ്ടോ? നിങ്ങൾക്ക് എടങ്ങ് പോയ വേണോട്ടാ. എനിക്ക് പറഞ്ഞു മതിയായി. എന്നോട് എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇനി എനിക്ക് മടുത്തു. എടി മോളെ, നീ അവിടെ സ്വഭാവം പഠിക്കരുത്. നിന്റെ അമ്മയുടെ സ്വഭാവം പഠിക്കരുത്. നിങ്ങൾ തന്നെ എന്റെ കുഞ്ഞു വളരുന്നത്. ഗതിയില്ലാതായിപ്പോ. നിനക്കൊരു 100 തരാൻ പറ്റുമോ? അതന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞോ. ഉണ്ടെങ്കിൽ എടുത്തോ പോയിട്ട്. എന്നോട് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. എനിക്ക് കണക്ക് കൃത്യമായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം കണക്കൊക്കെ നീയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്റെ 27-50 പൈസയാ പോയത്. അണ്ണ ശരിയാ. ഞാനിതൊരു ഷെയർ പക്ഷേ ആദ്യത്തെ ഒരു ഒരു ഫോൺ വിളിച്ചിട്ട് ആ വേണം വരുമ്പോ നിന്റെ എച്ചി സംസാരം സംസാരിക്കരുത്. ആണോ? ഞാൻ ഇന്നലെ അവൻ്റെ അടുത്ത് ഒരു കണക്ക് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഓയാന്നും വിളിക്കില്ല. എന്റെ ഫാമിലി വെള്ളടിച്ച് വിളിക്കണ വെറുതെ. വിളിക്കട്ടെ. ചില ഭാര്യയും കൂടെ കിട്ടിയാൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ആരെങ്കിലും അടിച്ചോണേ. എന്നെ കൊണ്ടുപോയി വെള്ളം കുറച്ച് കഴിച്ചല്ലേ. അണ്ണനെ ഏതും പോവും. ബിയർ വെച്ച് തുടങ്ങുമ്പോ അതിന്റെ വേറെ തന്നെ. നീ വന്നോണം മുതല് ബിയർ എനിക്ക് ബിയർ അല്ലേ ഇങ്ങോട്ട് വിളിച്ചാൽ ഇതിൽ കൂടുതൽ എന്ത് ബിയർ ആളിയാ നമ്മുടെ സ്വപ്നം കഴിച്ചു. ആളെ അങ്ങോട്ട് പോയി പൈസ നീ കണ്ടില്ല. നിന്റെ എന്ത് പൈസ ഇപ്പൊ ചോദിച്ചു നീ എന്നാ മോളെ, ഞാൻ കാരണം നിന്റെ പഠിപ്പ് മുടക്കണ്ട. ബാത്റൂമിൽ നിന്ന് പോയിട്ട് വരാം. ആ രാവിലെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ബാത്റൂമിലെ ബക്കറ്റിൽ. എന്തെടുത്തൂടെ ചെയ്യാന്ന് പറ. ഓ ദൈവമേ, നീ പോയിട്ട് പഠിക്കൂ കുഞ്ഞിരിക്കാടുന്ന്. ഇനി ഉള്ളിൽ പോയിട്ട് പഠിക്കൂ കുഞ്ഞിരിക്കാടുന്ന്. വഴിയിൽ കൊണ്ട് വെച്ചേക്കുന്നു അവിടെ. 100 രൂപ വെച്ചപ്പോൾ വയ്യ ഒക്കെ. ഇനിയിപ്പോൾ ഞാൻ എവിടെ നിന്നല്ല അവിടെ പണ്ട് ഓർമ്മ ഉണ്ടല്ലോ ആളെ, നമ്മള് സന്ധ്യ ബാറിൽ പോയി അടിച്ച് ഫിറ്റായി. എങ്ങനെ ഫിറ്റ് ആവണേ? ക്യാമറ ഡാൻസ്. അവളുടെ ക്യാമറ ഡാൻസ്. ഇന്ന് നമ്മൾ ആരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും? നമ്മൾ അണ്ണനെ കൊണ്ട് കളിപ്പിക്കും. അളിയെ ഞാൻ പാടിത്തരാം. എത്ര പാട്ട് ഇന്നിരടിയാ കളി കളിയാ ബാബാ. ഇപ്പൊ നോക്കിയോ എത്ര പാട്ടുണ്ടല്ലോ ആളിയെ ഞാൻ ഡാൻസ് കളിക്കും. നമ്മൾ
അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിന്റെ കട്ടലുണ്ടായി മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. എത്തടാ പോണ് ഇവിടെ വേണോ ഇവിടെ ആരുമില്ലേ? ആരുമില്ലടാ. വേണോ ചേച്ചി ഏത് ചേച്ചി? എന്റെ കുഞ്ഞമ്മേ വീടായോണ്ട് വേണോ ഇറങ്ങി വാടാ. വേണോടെ ഒരിടില്ലല്ലോപ്പാ. പൈസ വാങ്ങുന്നേരം തേനും പാനും, പൈസ വാങ്ങിച്ചു കഴിയുമ്പോ പലിശക്കാരൻ. എവിടെ വേണു? കേറി നോക്കടാ. വളരെ സുന്ദരിയായ ഭാര്യ, സുന്ദരിയായ മോള്, പിന്നെ അവന് പൈസക്ക് ബുദ്ധിമുട്ട്. കയറി മേട്ടാണ് അവിടെ ഒരു അനക്കം നോക്ക്. ഓടാ അങ്ങോട്ട്. വേണോ നമ്മളെ ഓടൂടാ. എത്ര ദൂരം ഓടും? രാവിലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങാടാ. നീ ആരേന്നടാ നമ്മളെ പറ്റിക്കാൻ നിൽക്കുന്നേ? ഓട്ടം ഒളിച്ചിരിപ്പ് അല്ലടാ. യാതൊരു ഓട് നീ. നിന്നെ പോലെ കൊറോണ ഞാൻ കണ്ടിട്ടുണ്ടോ? കുടുംബത്തിൽ കളിക്കണോ? നിനക്ക് കുടുംബോടാ. ഇങ്ങനെയാടാ കണ്ടവന് പൈസ ഉണ്ടാക്കി കുടുംബം ഉണ്ടാക്കുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞു നിന്റെ അച്ഛനോട്? എത്ര പ്രാവശ്യം പറഞ്ഞു? പറയുമ്പോ നമ്മളെ പേടിപ്പിക്കുന്നില്ല, വേറെ എന്തെങ്കിലും കേൾക്കലുണ്ട് അതിന്റെ അച്ഛൻ. കരയലോ? കാക്കും കൂടി കഴിയുന്നില്ല അയക്ക്. അയക്ക് വീടെന്തെങ്കിലും പറയാൻ ആക്കുണ്ടാവും. വേറെയെങ്കിലും പോയാൽ പറയാനൊന്നും ഉണ്ടായില്ല. ഓ ദൈവമേ. വല്ലതും കഴിക്കണ്ടേ? ഹലോ കാര്യമൊന്നുമില്ല. അതെ ഇവിടെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. ഞാനവിടെ വെച്ച് കഴിഞ്ഞതാ എനിക്ക് കൊടുക്കണം. വേണ്ട അടച്ചു വെക്കട്ടെ. നീ ഫോണും ചെയ്ത് അവിടെ കിടന്നോളാം. നീ ഉമ്മ എടുത്തു കൊടുത്ത അവളെ തെണ്ടി ഒരു ഉമ്മ കയ്യിലെങ്ങനെ കിട്ടണം നിന്നെ?
കമ്പനി എല്ലാം ഒരുമിച്ച് കിട്ടിയല്ലോ. ഇതാ നിന്റെ കൂട്ട്. ആഹാ, നീ ആളെ വിളിച്ച് നിർത്തിക്കണല്ലേ? നമുക്ക് ചുക്കറ പൈസ കൊടുത്തപ്പോ തേനും പാലും തിരിച്ചു വാങ്ങിക്കാന്ന് അവന്റെ ഓട്ടം. കുറച്ച് കൂട്ടുകാർ കോപ്പ് അവന്റെ കയ്യില് പൈസ എണ്ണി വാങ്ങിയവനറിയാലോ. കൂട്ടുകാരുണ്ട്. അന്നി തുടങ്ങി ഇനിയാണ് സമയം. നീ എന്നെ എന്റെ പിള്ളേരെ അടിച്ചു. എന്റെ മോലാളി ഉണ്ട്, അവൻ വരും നിന്റെ തല എടുക്കാൻ. അപ്പൊ നിന്റെ കൂട്ടുകാരെല്ലാം ഇവിടെ കാണണം കേട്ടോ. നിന്റെ മുതലാളി കളിച്ചടിച്ച് വീട്ടിൽ കയറി കളിക്കോടാ നീ. എല്ലാം ഓടിക്കോളാം. നീയൊക്കെ നമ്മുടെ ഏരിയ വന്ന് നമ്മുടെ പോകരുത് മനുഷ്യ സഹിതം ഒന്നും പൈസ തരാം അല്ലേ? നമ്മുടെ ഏരിയ ഉണ്ടായാലോ പൈസ 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 നമ്മളാണ് നിനക്ക് വലുത്. ഇങ്ങോട്ട് കണ്ടാൽ നമ്മളാണ് എനിക്ക് വലുത്. നമ്മളുണ്ട്. അളിയ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അളിയ നമ്മളില്ല. അളിയ നമ്മരൊന്നും ഇനി അളിയന്റെ അടുത്ത് വരില്ല. അളിയ നീ സാധനം എടുക്കണേ. മിലിറ്ററി ബാബുണ്ട്. ബാബോണനെ ഓക്കെ. മോളെ ഒന്നുമില്ല. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇറങ്ങിപ്പോയത്? സമാധാനമായോ നിനക്ക്? മാറങ്ങോട്ട്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ച കടങ്ങളല്ല, എനിക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാ, ഈ വീടിന് വേണ്ടിയാ. അതൊക്കെ മനസ്സിലാക്ക് നീ. ഞാൻ ആദ്യം നിന്ന് കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, 1000 രൂപ. നിങ്ങക്ക് എന്താ വേണോട്ടെ പറഞ്ഞ മനസ്സിലാവാത്തത്? എന്താ മനസ്സിലാക്കാനാടി? ആകെ ഉണ്ടായ പൈസയാണത്, അതും കൂടി എടുത്തിട്ട് പോയാൽ എന്തെന്ന് ഇടാക്കല്? നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? ഞാൻ എന്താ മനസ്സിലാക്കാനാടി? മനസ്സിലാക്കാനോ? കുടുംബശ്രീ പൈസ, 10 ആളെ പൈസ. എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതിനു വേണ്ടി തന്നെയാണ്. നേരത്തെ എത്ര ആളിട വന്ന് എന്നെ കുഞ്ഞിനെ പിടിച്ചിട്ടാന്നേ ഇല്ലു. അവളെ പിടിക്കാൻ പോകുന്നില്ല, നിന്നെയും പിടിക്കാൻ പോകുന്നില്ല. അതോർത്ത് നീ പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവൂല നിങ്ങൾക്ക്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് നന്നാവൂല, നിങ്ങൾക്ക് നന്നാവൂല. എത്ര പറഞ്ഞാലും നീ പറഞ്ഞവൻ മാത്രമല്ലായിരുന്നു എന്റെ കൂടെ, അത് നിനക്കറിയോ? ഇപ്പൊ ഏത് കുടുംബശ്രീയാടി? എവിടുത്തെ കുടുംബശ്രീയാടി? നീ എന്താ കാണാൻ നിൽക്കുക? കേറിപ്പോടിയകത്ത്. നിന്നോട് രാവിലെ 100 രൂപ വെച്ചപ്പോ നിനക്ക് തരാൻ വയ്യ. പിന്നെ നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും അറിയാത്തത്? നീ പോടി, നീ പോ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞടി? ഇപ്പൊ കാണാരുത്. അവന്മാരുള്ളോണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. ഇല്ല അമ്മയും മോളെ ഇവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ച് കിടന്ന് കരഞ്ഞേനെ. നീ ഇനി കരയില്ലെന്ന് എനിക്ക് അറിയത്തില്ല. നീ അങ്ങനാണല്ലോ. ഞാൻ ഇവിടുന്ന് പോയി തരാൻ വേണ്ടിയാണല്ലോ നിന്റെ പ്രവർത്തനം മൊത്തം. പൈസ കേറിപ്പോടി. എന്നോട് എത്ര പ്രാവശ്യം പറയാം? നീ എന്നെ കൂടെ ചെയ്യിക്കല്ലേ? കേറിപ്പോടി. തന്നിട്ട് പോവേണോട്ടെ. പറഞ്ഞ മനസ്സിലാത്തില്ലടി നിനക്ക്. കേറി പോവാൻ നോക്കാവത്ത്. എനിക്കറിയാം എന്ത് ചെയ്യണം. എന്ത് നന്ദന അവരോട് ഞാൻ പറയേണ്ടത്?
ഇന്നും ഇന്നലെ ഒന്നും അല്ല ഞാൻ ഒഴിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാല്ലേ ഞാൻ ഒഴിച്ചായിരുന്നില്ലേ, അങ്ങനെ തന്നെ ആയിരിക്കും. അത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഒഴിക്കാനും പറ്റത്തില്ല. ഫസ്റ്റ് ഇവിടെ നിനക്കുള്ള സാധനം ഞാൻ ഒഴിച്ചു തരും. വെയിറ്റ് ചെയ്യും. അല്ല നീ തന്നെ കഴിച്ചോ. എനിക്കില്ല ആക്രമണം. പ്രശ്നം ഉണ്ടാക്കിയിട്ടിരിക്കും. ഞങ്ങൾ ഇത്രയും പേര് നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നിനക്കൊന്നും പേടിക്കാൻ ശരിയല്ലേ? ടച്ചിങ്സ് ഒന്നും ഒരു കോപ്പുമില്ല. പച്ച കടിക്കണം. കൈ കിട്ടിയോണ്ടല്ലേ ഞാൻ മനസ്സിലായോ? കേസൊക്കെ കഴിഞ്ഞല്ലേ? ഇനി എന്തോ കൊല കൊമ്പ അടിച്ചാലും നമ്മളുണ്ടാളിയാ. നീ വെള്ളം ഒഴിച്ച് അടിച്ചാൽ മതി. നിന്റെ ചങ്കും ഞാൻ നിന്നെ ടാർഗറ്റ് ചെയ്താ ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത. അതെനിക്കറിയാം. നിങ്ങളെ ഉള്ളു എനിക്ക്. വീട്ടിൽ പോലും നിങ്ങൾക്കറിയാമല്ലോ. ഒരു സമാധാനം തരും. ഭാര്യയും മക്കളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു സുഖം തന്നെയാണ്. എനിക്ക് ഓർമ്മയില്ല. കൂടിയാണ് നീ പറ ആളിയാ. നിനക്ക് കൊല്ലാനും ചാകാനും ആവശ്യത്തിന് എന്തിനാ ഒരുമിച്ച് വിളിക്കാളിയാ. കുളിക്കണ്ടേ? വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിൽ മുങ്ങി ചാവും. ഇങ്ങോട്ട് വരാനോ പറഞ്ഞാലും മനസ്സിലാവില്ല. നീ ഇന്നലത്തെ പോലുള്ള പരിപാടിക്ക് നിൽക്കണം. അടി ഉണ്ടാകും. വെള്ളം അടിച്ചിട്ട് അടി ഓടിപ്പിക്കുക ഇവിടെ സമ്മതിക്കത്തില്ല. അങ്ങനെ അവിടെ കിടന്ന് ആളൊക്കെ പാടാ കൊണ്ട് ആള് വെച്ച് കൂടാനും വീഴാനോ പ്ലാൻ വീട്ടിൽ അവിടെ കിടക്കേണ്ടി വരും. ആവശ്യത്തിന് അളിയാ 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 അളിയ നോർമലാണ്. അവിടെ കിടത്തിയാലോ? വെള്ളം കുടിക്കും. നേരെ നീ പക്ഷേ
കേൾക്കുന്നുണ്ടാ? ചേച്ചി കുറച്ച് വെള്ളം താച്ചി. മോളെ എന്തമ്മേ മോളെ വേണ്ടാ. മോളെ മോളെ നീ ആടെ അച്ഛനാടെ തോട്ടിന്റെ അടുത്ത് നോക്കിട്ടാ. എടാ ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നെന്ന്. നീ എവിടെ പെണ്ണുങ്ങളെ ശബ്ദം അത് വീട്ടിലാരും ചോറ് ഒഴിച്ചിട്ട് വന്നിട്ട് അറിയില്ല വീട്ടില്. വേഗം വാ. ആരെയാ പഞ്ഞിക്കുന്നത്? ആരാണല്ലോ നമ്മളെ പഞ്ഞിക്കുന്നത്? എന്റെ സാധനം തരൂല. മുകളിലേ ഇങ്ങോട്ട് കൊണ്ടുപോകെ. ഇങ്ങോട്ട് പുള്ളി ഇതിനെയൊക്കെ വലിച്ച് അടിച്ചോണ്ട് നടക്കണം. ഇതിനെ കൊണ്ട് അടിക്കാൻ പോയാൽ നമുക്കൂടെ അടിയുള്ള ആളെയാ. വാളിയാ അളിയനെ ചുമക്കേണ്ടി വരും. ഇനി അവിടെ ചെന്ന് അടിയും കൊള്ളേണ്ടി വരുന്ന അവസ്ഥയാണല്ലോ. ഓളളിയാ മറ്റേമാര് തന്നെ ആയിരിക്കും സംഭവം. ആമാരെ വിടരുത്. ഇങ്ങനെ ചരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല. എന്ത് പ്രശ്നം ഉണ്ടല്ലോ നമ്മളുണ്ടല്ലയാ. സീറ്റും കൊടുത്തിട്ട് സൊസൈറ്റി പോയി ആസിഡും കൂടി വാങ്ങി. എന്നിട്ട് തിരക്കാണെങ്കിൽ നീ പോയിട്ട് വന്നോ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ വരുമ്പോഴേ പറഞ്ഞതല്ലേ ചോട്ട എത്ര തിരക്കുണ്ട്. നീ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞാണ് ഞാൻ പക്ഷെ ഒരു ഓട്ടം കഴിഞ്ഞിട്ടല്ലേ വേറൊരു ഓട്ടം. നേരത്തെ ഓട്ടോ അല്ലേ ചോട്ട. നീ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ എന്തെന്ന് ഞാൻ കണ്ടത്. നേരത്തെ എടുത്തു വെച്ച ഓട്ടോ അല്ലേ ഇതല്ലോ. ആദ്യം ഇതൊന്ന് കഴിഞ്ഞോട്ട്. നിങ്ങൾ അതിന്റെ ഇടക്ക് വേറെ ഒന്നും പറയാൻ. ഞാനും വാടക അല്ലടാ തരുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞാ ചോട്ട. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. വണ്ടി ഇനിയിപ്പോ നിർത്തുന്നത് ഞാൻ നിങ്ങളോട് എന്ത് വശോട്ട എത്ര പറഞ്ഞത് വണ്ടി കാര്യം മനസ്സിലാവാത്ത ചോട്ട. സ്ത്രീയല്ലടാ കൈ കാണിച്ചത്. നീ എന്താണ് കാണിക്കുന്നത്? ഒരു പ്രായമുള്ള ആളല്ല. നിങ്ങൾ എല്ലാരും വണ്ടിയിൽ നേരെ നോക്കുന്നു. അതിൽ വെക്കോട്ടോ. സുഖമാണല്ലോ ചേട്ടാ? ഓ ഇത്രേ ഉള്ളോ? ഓ ഇത്രേ ഉള്ളൂ ചേട്ടാ. ഇതിന്റെ തൂക്കമൊന്നും കറക്റ്റ് ആവണല്ലോ, ഒന്ന് നോക്കിയേ. കറക്റ്റ് തന്നെയല്ലോ തൂക്കം? കറക്റ്റ് തന്നെ, കറക്റ്റ് തന്നെ അല്ലേ? അതെ. ഇത് ഞാനെടുത്ത് വെക്കണോ ഷീറ്റ്? ഒന്ന് എടുത്ത് വെക്കാൻ. ചേട്ടനും കൂടി വന്നിരുന്നെങ്കിൽ. നിങ്ങൾക്ക് പറ്റുന്നില്ലേ? പിടിക്കാ ചേട്ടാ, നീ ഓടി. വണ്ടി ഓടിക്കണം, ഇതെല്ലാം എടുത്ത് കൊണ്ടുവെക്കാട.
ഇവിടെ കറണ്ട് ഇല്ലേ ചേട്ടാ? കറണ്ട് ഉണ്ടല്ലോ, കറണ്ട് ഉണ്ടല്ലോ, കറണ്ട് ഉണ്ട്. അത് ഫാൻ എന്തോ പ്രശ്നം. അത് കുഴപ്പമില്ല ചേട്ടാ. നിങ്ങൾ കേട്ടോ കഴിഞ്ഞില്ല. മാർക്കറ്റൊക്കെ എങ്ങനെയാ ഇപ്പം? ആ കുറവാ. കണക്ക് നോക്കി 29,496. അത് കുറവല്ലേ ചേട്ടാ? പൊതുവെ മാർക്കറ്റ് കുറവാണ്. ഇതൊക്കെ എത്ര നാളുകൊണ്ട് കഷ്ടപ്പെടുന്നതെന്ന് അറിയാവോ? കുറച്ച് പണം വരാനുണ്ട്. എത്രയെന്ന് പറഞ്ഞത്? 29,496 അല്ലേ? എന്നാ പിന്നെ കാശ് തരണം. കാശ് തരാം. കുറച്ച് വെള്ളം എടുത്താണ്. 29,496 ചേട്ടാ ഇതിപ്പോ ആദ്യമായിട്ടാണ്, നമുക്കിത് നഷ്ടമാണ്. എപ്പോഴും സാധനം നിങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. നോക്കട്ടെ. ഇത്രയുള്ള പിന്നെ ചേട്ടാ സമയമായി ചേട്ടാ. നോക്കാം. പണം വരാനുണ്ടേ. പണം വരാനുണ്ട്. ഇപ്പോൾ വരും. അവിടുന്ന് അയച്ചിട്ടുണ്ട് പണം. ഭയങ്കര ദാഹമാണല്ലോ. രാവിലെ ഇറങ്ങിയ വെള്ളം കുടിക്കേട്ടാ. വെള്ളം വാങ്ങിക്കണമല്ലോ. വാങ്ങിക്കാ ചേട്ടാ. പോകുന്നു. ഇവിടെ വെള്ളമുണ്ടോ ചേട്ടാ? ഇവിടെ വെള്ളമില്ല. കുടിവെള്ളം ഇല്ല. കൊണ്ടുവച്ചാ വെള്ളം കിട്ടുമെന്ന് നോക്ക്. ചുമ ഭയങ്കര ഉണ്ടല്ലോ. ചുമ വെള്ളം കുടിച്ചോണ്ട്. അതെ അല്ലേ? 1-2 സ്ഥലത്തൊക്കെ പോകാനുണ്ടോ? അതെ. കുറച്ച് സമയം വിശ്രമിക്കും ചേട്ടൻ. വിശ്രമിക്കും. പൈസ വരും വരാണ്ട് അത്ര. അതുമല്ല, നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് പൈസ എത്താൻ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ടാ. മോനും ബാങ്കിലും കൂടെ ഒക്കെ ഒന്ന് പോണമായിരുന്നു. പിന്നെ ബാങ്കിന്റെ സമയമൊക്കെ ഇപ്പൊ വെട്ടിച്ചുരുക്കി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചേട്ടൻ പേടിക്കണ്ട. പൈസ ഇപ്പൊ വരും. ഉടനെ ചേട്ടൻ വെയിറ്റ് ചെയ്യും. വരും. ഇപ്പൊ വരും. ചേട്ടാ പഴയതുപോലെ കച്ചവടം ഉണ്ടാകും? ഉണ്ട്. കച്ചവടമൊക്കെ ഉണ്ട്. കച്ചവടത്തിന് കുറവൊന്നുമില്ല. ശരി. അപ്പൊ ഇനിയും വരാമല്ലോ. പിന്നെ വരാം. നിങ്ങൾ എന്തായാലും സാധനം നമുക്ക് തന്നെ തരണം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ 2-3 കടകളിൽ സാധനം കൊടുക്കുന്നുണ്ട്. പൊതുവേ നമ്മൾ വില കൂട്ടിയിട്ട് ഇവിടെ കൊടുക്കുന്നത്. അല്ല, ഇതെല്ലാം അവിടെ ചെന്നിട്ട് നമ്മൾ പിന്നെ കണക്ക് പറയേണ്ടി വരും. എന്ത് പറയാ? വീട്ടിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കണക്ക് കൊടുക്കണ്ടേ? അത് നല്ല കാര്യമാണ് ചേട്ടാ. പൊതുവെ മാർക്കറ്റ് കുറവല്ലേ ചേട്ടാ? തരണം. എന്തായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. നേരത്തെ പോകാൻ വേണം, അതുകൊണ്ടാ. അഡ്ജസ്റ്റ് ചെയ്യാം. ശരി. വരട്ടെ. ശരി ചേട്ടാ, ഇരിക്കും. ഇത് 5000 രൂപയുണ്ട്. പൈസ ഉടനെ വരും കേട്ടോ. 5000? ഞാൻ മോനെ ഒന്ന് വിളിക്കട്ടെ. അവൻ വരാറാവുന്നത്ര ഞാൻ ഒന്ന് വിളിക്കട്ടെ. വിളിയേട്ടാ. ഹലോ. എവിടെ എത്തി? ഇവിടെ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നേ. കുറെ സമയമായി വെയിറ്റ് ചെയ്യുന്നു. ഉടനെ വാ. എന്താണ് പ്രകാശം? അതാണ് വണ്ടിയായിട്ട് തട്ടിയാണ്. പോണ്ട ചേട്ടാ. ഇത്തിരി വാടാ, പെട്ടെന്ന് വാടാ. പിടിക്ക. പ്രകാശ, ജീവനല്ലടാ പ്രകാശ. ഓടി വാ പ്രകാശ. വണ്ടി എടുത്തോണ്ട് വരാൻ. ഇതെല്ലാം ചോറയാണേ. നീ എവിടെ പോണ്? നീ വാടാ. ഒരു മനുഷ്യനല്ലേ, ഒരു പ്രായമുള്ള ആളല്ലേ. ആവശ്യമില്ലാത്ത വന്നാണ്. പോവാനുള്ള കാര്യം നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു. ചോറയാക്കാൻ വേണ്ടി. തല തട്ടല്ലേ, അവിടെയല്ല. മേളില് കിടത്തണം. കിടത്ത്. ചോരയാലും നിങ്ങൾ നമുക്ക് കഴുകാം. നിങ്ങൾ കേറ്. നമ്മളെ തൽമ ആഘോഷോട്ടെ. ആവട്ടെ. ഇങ്ങൊന്നും ആവശ്യമില്ലാത്ത തലക്കാണ് പരിക്കിട്ട. ഇതാ നോക്ക്.
ചാവും തോന്നുന്നു. നല്ല വെച്ചല്ലേ. ആ സ്ഥലം എവിടെ നിന്നറിയാം അവിടെ? പിന്നെ നീ പോയെന്ന് ആള് തട്ടിപ്പോൻ ചാൻസ് കിട്ടുവാ. തട്ടിപ്പോട്ട് ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് ആ ഫോർവേഡ് കൊണ്ടുവാ. ഇട്. ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇടാം. ഞാൻ വാട്സപ്പ് ചെയ്യാട്ടാ. ഞാൻ ആ ഗ്രൂപ്പിൽ ബഹളം വെക്കാതെ നമ്മൾ ആശുപത്രിയിലേക്കല്ലേ പോകുന്നത്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയ സ്പീഡ് കൂട്ട് പ്രകാശ. ഇത് ഇത്ര പോയത് ഒന്നും മിണ്ടാതിക്കാൻ പറയാ ചോട്ടെ. ഇത് ആംബുലൻസാ. ആരെ ഏതോനെ കണി കണ്ടിട്ട് ഇറങ്ങിയതുകൊണ്ട് മോളെ അച്ഛനൊന്നും സംഭവിക്കില്ല, സമാധാനപ്പെടും. അതെ അച്ഛൻ നിങ്ങൾക്കിത് ആവശ്യമില്ലാത്ത പണിയാണേ ചോട്ടാ. രണ്ടുപേരും കരയല്ലേ കിടന്നു. അശോട്ടാ എനിക്ക് വേറെ ട്രിപ്പ് ഉണ്ട് പോയിട്ട്. എടാ ഇത് നമ്മൾ പ്രതീക്ഷ വന്നതാണോ ഇത്? നിന്റെ മനുഷ്യത്വത്തെ പറ്റി എനിക്കറിയാം. ഒരു മനുഷ്യനല്ലേടാ അശോട്ടാ. ഇനി എന്നെ നിങ്ങൾ ട്രിപ്പ് വിളിക്കലാ? ഓരോരു നിനക്ക് പൈസ തന്നിട്ടില്ലടാ. നീ വന്ന് മതിയാക്ക്. അശോട്ടാ നിങ്ങൾക്ക് സംഭവിക്കില്ല. ആശുപത്രിയിലേക്കല്ലേ പോകുന്നത്, പറയുന്നത് കരയല്ലേ. നിങ്ങൾ പോയിട്ട് കേൾക്കണ്ട. നിങ്ങളോട് ബഹുമാനം പിന്നെ നോക്കാതെ നിങ്ങൾ മിണ്ടായിരുന്ന ഓരോരു ചോറയെടുത്ത് വെക്കി നീ തന്നെ നീ പറയുന്നത് ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലാണ് നീ സംസാരിക്കുന്നത്. പിന്നെ മനുഷ്യത്തെ കാണിച്ചിട്ട് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യമല്ല ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. വേറെ ഒരിടത്ത് പോകണ കാര്യമല്ലല്ലോ. എനിക്ക് വേറെ പോകണ്ട ചോട്ടാ. പോയിട്ട് വേറെ ട്രിപ്പുള്ളതാ. ഓരോ കേസ് കേട്ടുകൾ അവിടെ വേറെ വണ്ടിയില്ലേ, അതൊന്നും എടുത്തിട്ട് പോയിക്കൂടെ? വെറുതെ നമ്മളെ ബുദ്ധിമുട്ട്. പറയുന്നതിനേക്കാളും പൈസ ഇതിനകത്തുണ്ട്. പൈസ പൈസ കാണാത്തോണ്ടാ ഞാൻ. ഒരു മനുഷ്യന്റെ കാര്യമല്ലേ? എന്ത് മനുഷ്യൻ? മനുഷ്യന്റെ ജീവന്റെ കാര്യമല്ലേ? കുറച്ച് മനുഷ്യത്വം കാണിക്കടാ. വണ്ടി കഴുകി തന്നാ ചോട്ട, വേഗം വണ്ടി കഴുകി തന്നു. കഴുകിത്തരാം, വണ്ടിയൊക്കെ കഴുകിത്തരാം. ആ കളവൻ ചെത്താൻ നമ്മളെ തലയിലാവോ ചോട്ടെ? ഞാൻ ഏറ്റെടുക്കില്ല. നിങ്ങൾ ഏറ്റെടുക്കണ്ട പ്രകാശ. ജില്ലാശുപത്രിയിലേക്ക് പോട്ട് സ്പീഡിൽ പോ. ഒന്നും മിണ്ടായിരിക്കാ ചോട്ടെ, വണ്ടി പോകുന്നതാണെന്നില്ല. ഹലോ ഹലോ, ഞാൻ വിളിക്കാം. ഒരു അർജന്റ് വിളിക്കാം. ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം. ഓക്കെ. മോളെ ഒന്ന് അടങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണെന്നില്ലേ? ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്, എന്റെ വീട്ടിലേക്കല്ല. അവിടെ ചോരയാക്കല. മടിയിൽ കിടത്തിക്കോ. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വീടെവിടെ? ആദ്യം ഹോസ്പിറ്റലിൽ പോട്ടെ, അതല്ല കാര്യം. അവിടെ അഡ്രസ്സൊക്കെ കൊടുക്കണ്ടേ? ആരെയെങ്കിലും അറിയിക്കണമെങ്കിൽ ഇതാ ഫോണ് തരാം. ഒന്ന് വിളിച്ച് സംസാരിക്കും. അണ്ണനെ പിടിക്കോ അതോ വല്ലവളം കിടന്ന് അലറി വിളിക്കണോ? ഇവിടുന്ന് വലത്തോട്ടാണ്. വൈയും കൂടെ പഠിപ്പിക്കണ്ട, എനിക്ക് അറിയാം. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ മെയിൻ റോഡ്. ഇത് പറ്റിയടാ, എണ്ണ തീർന്നല്ല വണ്ടി ആണെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കും. വണ്ടിക്ക് എന്തോ പ്രശ്നമാണ്. എന്ത് പറ്റിയടാ? ബാക്കിലോട്ടൊക്കെ പോകുന്നില്ല. വെള്ളവും മറ്റെല്ലാം മേടിച്ചേരാ ഞാൻ. എന്ത് പറ്റി നോക്ക്. ബ്രേക്ക് ചെയ്യണം. പിടിക്കാതെ ആള് കിടക്കുകയാണ്. ആള് സൂക്ഷിച്ച്. എന്ത് പറ്റണം? അനങ്ങുന്നില്ല, സ്റ്റക്കായിട്ടാണെന്നില്ല. എന്തോ നിങ്ങൾ നാളെ തുറന്നേ, അത് തുറക്ക്. ഒന്ന് അവരോട് മുണ്ടാക്കാൻ പറഞ്ഞു. സമാധാനപ്പെടുന്നേ. ഏതോനെ കണിയുണ്ട്. എന്ത് പറ്റിയടാ?
ചൂടായിട്ടാന്നില്ല ചോട്ടല്ലോ. ഏത് സമയത്തിറങ്ങിയാന്ന് നിങ്ങൊന്ന് റോഡിൽ നിന്ന് മാറ്റിട്ട് ഒന്നും ഒന്നും മിണ്ടാതെ നിങ്ങോ. ഇത് ഞാനാക്കിയതല്ല, വണ്ടി ഇങ്ങനെ ആയിപ്പോയി. നിങ്ങളെ ഭർത്താനം കേട്ടാലും ഞാനെന്തോ ആക്കിയ പോലെയല്ലേ തോന്നടേ എല്ലാം നിങ്ങളെ കൊണ്ടുതന്നെ ചോട്ടാ. എൻ്റെ വായിലുള്ളത് വെറുതെ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന വെള്ളം അവിടെ നിന്ന് എടുക്കാൻ എവിടെയെങ്കിലും പോയിട്ട് നോക്ക്. ഇതൊക്കെ നോക്കിയിട്ടല്ലേ വണ്ടി എടുക്കാൻ. വണ്ടി എടുക്ക് പോ. ആ നോക്ക്, അവിടെ പോയിട്ട് നോക്ക്. കൊണ്ടുവരാട്ടെ വെള്ളം. കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അമ്മച്ചി. ഒന്ന് അടങ്ങിയിരിക്കും പെണ്ണുങ്ങളെ. വെള്ളത്തിന് പോയിട്ടായില്ല, വെള്ളം കൊണ്ടുവരും. വെള്ളം കൊണ്ടുവരുന്നല്ലേ പറഞ്ഞു. ആടെ ഇരിക്കുന്നോ? ചേട്ടന്മാരെ അമ്മ മാറമ്മ, ഞാൻ പോയി നോക്കമ്മേ. ഇനി വെള്ളമൊന്നും വേണ്ട. അച്ഛൻ നമ്മളെ പോയി. വേറൊരു അമ്മാവൻ ഇതിനങ്ങോട്ട് അസുഖത്തോട്ട് കയറ്റും. ചേട്ടാ എന്ത് നാക്കൽ ഈശ്വരൻ. ഞാനിപ്പോ എന്ത് നാരെ വിളിക്കലിപ്പോ.
അച്ഛനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. പൊന്നു എപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഫോണൊന്ന് താഴെ വെച്ച. അച്ഛനെ വിളിച്ച് ശല്യമൊന്നും ചെയ്യണ്ട കേട്ടോ. അച്ഛൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അച്ഛൻ നീ പറഞ്ഞ സാധനമെല്ലാം കൊണ്ടുവരും. നീ ഇടന്നെ ഇരിക്കല, ഉള്ളിൽ വന്നിട്ട് എന്തെങ്കിലും കഴിച്ച. പൊന്നു നീ കുറേ നേരമായ വിളിക്കുന്നത്, എന്തപ്പോ വിളിച്ചിട്ട് എടുക്കാത്തത്?